ഹലോ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ? എന്തിനും കള്ളം പറയണേ? നീലൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് പിൻകയറ്റി മുഖം ചേർത്തുകൊണ്ട് ചോദിച്ചു. കള്ളോ? എന്ത് കള്ളം? എൻ്റെ കുഞ്ഞിനെ നുണ പറയാറിയില്ല, അതുകൊണ്ട് സത്യം പറഞ്ഞേക്ക്. എന്തിനാ എൻ്റെ കുട്ടിക്ക് ഇത്ര സങ്കടം? നീലെല്ലാം അവളെ തനിക്ക് നേരെ തിരിച്ചു കിടത്തി ചെറിയ കുട്ടികളോടെന്ന പോലെ ചോദിച്ചതും സങ്കടം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിരുമ്പി. എന്താടാ, എന്തെൻ്റെ കുട്ടിക്ക്? നീലൻ അവളുടെ ഇരു കവളിലും കൈ ചേർത്ത് വെച്ച് ചോദിച്ചു. എന്താ നീലൻ, നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകത്തെ? അവൾ ചോദിച്ച നീലൻ നെറ്റി ചുളിച്ചു. അവൻ എഴുന്നേറ്റ് ബെഡ് റെസ്റ്റിൽ ചാരിയിരുന്നു, കൂടെ അവളും. പറ നീല, എന്താ കുഞ്ഞുങ്ങളുണ്ടാവാത്തെ? അവൾ വീണ്ടും ചോദിച്ചു. നീലൻ പൊട്ടിച്ചിരിച്ചു. എന്തപ്പം ഇങ്ങനെ ചോദിക്കാൻ? നീലൻ ചിരി അടക്കിക്കൊണ്ട് ചോദിച്ചു. എല്ലാവരും ചോദിക്കുക, അരുണിൻ്റെ ഒപ്പം കല്യാണം കഴിഞ്ഞതല്ലേ നമ്മുടെയും, എന്തെങ്കിലും ഡോക്ടറെ കാണിക്കായിരുന്നില്ലേന്ന്. ഇതിന് ഡോക്ടറൊന്നും കാണിക്കേണ്ട കാര്യമില്ല, നമ്മൾ രണ്ടുപേരും ഒന്ന് വിചാരിച്ചാൽ മാത്രം മതി. നീലൻ അവളുടെ തോളിലൂടെ കൈയിട്ട് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നാലും നീല, നമുക്കൊന്ന് ഡോക്ടറെ ദേ ഒരടിയങ്ങ് വെച്ച് തന്നുണ്ടല്ലോ. ഇനി വല്ലവരും പറയുന്ന കേട്ട് വന്നിങ്ങനെ മോങ്ങാൻ നിന്നാ ബാക്കി ഞാൻ അപ്പോൾ പറഞ്ഞുതരാം. കിടക്കാൻ നോക്ക് നീ. നീലൻ അവളെ വീട്ടിലേക്ക് കിടത്തി, കൂടെ അവനും. ഈ കുഞ്ഞെന്ന് പറയണത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജനിക്കേണ്ടതല്ല. നമ്മൾ രണ്ടുപേർക്കും ഒരു കുഞ്ഞ് വേണമെന്ന് തോന്നുമ്പോഴാണ് അതേക്കുറിച്ച് ചിന്തിക്കേണ്ടത്. പിന്നെ ഇത് നമ്മുടെ ജീവിതമാണ്. നാട്ടുകാർ പലതും പറയും, അതിനൊരവസരം ഉണ്ടാകില്ല. പിന്നെ പഠിപ്പ് കഴിഞ്ഞാൽ ചോദിക്കും ജോലി ആയില്ലേ എന്ന്. ജോലി കിട്ടിയ അടുത്ത ചോദ്യം കല്യാണം ആയില്ലേ എന്നായിരിക്കും. അത് കഴിഞ്ഞാൽ കുട്ടികൾ, അതങ്ങനെ തുടർന്നു പോവും. അവൻ പറയുന്ന എല്ലാ അപ്പോൾ ശ്രദ്ധാപൂർവം കേട്ട് കിടക്കുമായിരുന്നു. എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ ഒരു കുഞ്ഞു വേണമെന്ന് തോന്നുന്നുണ്ട? അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് നീലൻ ചോദിച്ചത്. അവൾ വേണ്ട എന്ന് തല അനക്കി. അപ്പം പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടാനും കരയാനും നിൽക്കണ്ട. ഞാനെപ്പോൾ പറയുന്ന പോലെ എൻ്റെ കുഞ്ഞിൻ്റെ ചിരിച്ച മുഖം കാണാനാണ് നീലൻ എപ്പോഴും ഇഷ്ടം. ഇനി എൻ്റെ കുട്ടി ഉറങ്ങിയേക്കോ. നീലൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. പതിയെ പാട്ടിൻ്റെ വരികൾ മൂളി. അവൻ്റെ പാട്ടിൻ്റെ താളത്തിൽ അവൾ പതിയെ ഉറങ്ങിപ്പോയി. ഇതെല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.